തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ വളരെ വേഗം പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ്. ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരുവാതിക്കലിലേക്ക് പോയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ജയേഷ് ചേട്ടാണ് നമുക്ക് ചേർന്നത്. ചേട്ടാ, ഈ എവിടെ നിന്നാണ് ഇവൻ കയറുന്നത്? റെയിൽവേ സ്റ്റേഷനകത്തുനിന്ന്. അവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങി? അന്ന് തിരുവാതിക്ക പോലെ ATM വാതിക്കൽ ഇറങ്ങുന്നത്. ഈ കയറുന്ന സമയത്ത് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, സാധാരണ വേഷം കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത്. സാധാരണ ഹിന്ദിക്കാരൊക്കെ അങ്ങനെ കയറി പോകാറുള്ളതാണ്. പിന്നെ അന്നൊരു നിക്കറും ഒരു ബനിയനും ഇട്ടിരുന്നു. പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റുമോ? കൂട്ടുകാരുടെ വാട്സപ്പ് വഴി ഗ്രൂപ്പിനകത്ത് ഫോട്ടോ കണ്ടപ്പോഴത്തേന് തിരിച്ചറിയാൻ പറ്റുകയാണ്. അത് ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? ഒരു 12:10, 12:15. അന്ന് മംഗലാപുരം വണ്ടി 12:15 വരേണ്ടതാണ്. 1:10 ആ വണ്ടി ലേറ്റായിരുന്നു. അങ്ങോട്ട് പോകുന്ന വണ്ടി 12:10 വരുന്നത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് പോകുന്ന വണ്ടി. ആ വണ്ടിയാണ് അന്നേരം വന്നത്. ആ വണ്ടി എന്നുള്ള യാത്രക്കാരനാണെന്ന് തോന്നുന്നു. ഈ ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് എന്തെങ്കിലും സംസാരിച്ചോ? ഒന്നും സംസാരിച്ചിട്ടില്ല. നേരെ തിരുവാതിക്കൽ ചെന്ന് ഇറങ്ങി പൈസ വാങ്ങി പോകുമായിരുന്നു. ഈ ATM എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു? ഇല്ല, ഞാൻ അവിടെ കൊണ്ട് നിർത്തിയതാണ്. തിരുവാതിക്കൽ ജംഗ്ഷൻ പറഞ്ഞുകൊണ്ട് വെട്ടമുള്ള ഒരു സൈഡാണത്. ആ വെട്ടത്തിൻ്റെ വാതിക്കൽ കൊണ്ട് നിർത്തിയെന്നുള്ളേ ഉള്ളൂ. ഇതാണ് ഒരു കൊലക്കേസിലെ പ്രതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആദ്യം കണ്ടപ്പോഴത്തേന് ഒരു പേടി തോന്നി. കഴിയുമ്പോഴത്തേന് കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ് അറിയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ മലയാളമൊക്കെ അറിയാമോ? അങ്ങനെ മലയാളത്തിലാണ് എന്നോട് സംസാരിച്ച്. തിരുവാതിക്കൽ പോകണം, എത്ര പൈസയാന്ന് ചോദിച്ചതൊക്കെ മലയാളത്തിനാണ്. സാറിന് കയറി കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്താണ് പോകാറുള്ളത്. നമ്മൾ 150 പറഞ്ഞാൽ ഇവർ 50 തുടങ്ങും. അന്ന് അതൊന്നും ഉണ്ടായില്ല. ഒന്നും വേറെ ഒന്നും പറഞ്ഞില്ല. ഒത്തിര പറഞ്ഞുള്ളൂ, ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. വേറെ കയ്യിൽ എന്തെങ്കിലും സാധനം അങ്ങനെ ഒന്നും കണ്ടില്ല. എന്തായാലും ഈ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ജയേഷേട്ടൻ്റെ മൊഴി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിയിലേക്ക് പോലീസിനെ വളരെ വേഗത്തിലെത്താൻ സഹായിച്ചതും ജയേഷിൻ്റെ മൊഴി തന്നെയാണ്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.